ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ട്രാക്കിന്റെ ഫസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദേവത്തൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ചന്തു എന്ന് വിളിക്കാം. ഞാനിപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കുറേ പേര് വ്ളോഗ്സ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കോമണാറ്റിക് അല്ലെങ്കിൽ അറിയാം, അതിനൊക്കെ യൂണിക് ആവണം. അപ്പോൾ അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് വെച്ചാൽ, എനിക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് ക്രൈസ് ആയിട്ടൊരു കാര്യം ഉണ്ട്. അതായത് ചെറിയ ചെറിയ വണ്ടികൾ ഉണ്ടാക്കുന്നതും പിന്നെ മെക്കായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ വീഡിയോ പ്രത്യേകം വെച്ചാൽ, ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വലിയ റേറ്റ് ഉള്ളതാണെങ്കിലും അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നതും പിന്നെ ഈ കൂടുതലും പ്ലാസ്റ്റിക് മെറ്റീരിയൽസും വേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടാം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും ഇതുപോലത്തെ ക്രേസ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തും കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗായിട്ട് ഞാൻ ഇടുന്നു വെച്ചാൽ ഒരു ടയറാണ്. അപ്പോൾ ടയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രാക്സാസിൻ്റെ കുറേ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അത് ആമസോണിലൊക്കെയാണ്. അപ്പോൾ അതിന് ഏകദേശം 1000 തുടങ്ങി 65,000 വരെ വരാവുന്ന വിലകൾക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയല്ല, അതിൻ്റെ ടയറാണ് ഇടുന്നത്. അപ്പോൾ ടയറിന് ഏകദേശം 7000 വരെ വരാവുന്നതൊക്കെ ഉണ്ട്. 4 ടയറിന് 7000 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ 500 രൂപയ്ക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടയറാണ്. 4 എണ്ണം 500 രൂപയ്ക്ക്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടയറിനായിട്ട് ആദ്യം എടുക്കാൻ പോകുന്നത് മൾട്ടിവുഡാണ്. അപ്പോൾ നമുക്കിനി ഇത് ടയറിൻ്റെ ഷേപ്പിലോട്ട് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ് സ്കെയിലിൽ. അപ്പോൾ നമുക്കതിന് ഇതിനകത്തോട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ വീതിക്കായിട്ട് നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡും ഒട്ടിക്കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ടയറിൻ്റെ ഷേപ്പിലോട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ടയറിൻ്റെ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ നന്നായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ടയറിൻ്റെ ഗ്രിപ്പിന് വേണ്ടി നമ്മൾ മൾട്ടിവുഡ് കട്ട് ചെയ്തൊട്ടിക്കാൻ പോകും. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മുടെ മൾട്ടിവുഡ് ഇപ്പോൾ ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്റർ അതിൽ കൂടുതലൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിക്ക് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിത് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെ ഒട്ടിക്കണ്ടേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച പീസിൽ നിന്ന് ഓരോരോ ചെറിയ പീസായിട്ട്, ഞാനിപ്പോൾ ഫ്ലസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സൈഡിൽ വല്ല ഷേപ്പ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് സൈക്കിൾ ടയറിൻ്റെയൊക്കെ ട്യൂബാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ടയറിൻ്റെ ഗ്രിപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന അളവിലാണ് ഇത് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചുറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒട്ടിച്ച ഗ്രിപ്പിൻ്റെ ഒപ്പം ലെവലായിട്ട് കേട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ടയറിൻ്റെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഈ നമ്മൾ നേരത്തെ എടുത്ത ട്യൂബ് തന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ വാൽ ട്യൂബ് നേരത്തെ ഒട്ടിച്ചു കൊടുത്ത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഒട്ടിക്കുന്നത് നോക്കാം.
ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസും നമ്മൾ ഒട്ടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ റിം വെക്കാനായിട്ടുള്ള ഹോൾ ഇടാൻ നടക്കും. അങ്ങനെ നമ്മൾ റിമ്മിനുള്ള ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ബ്ലാക്ക് പെയിൻറ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടയറിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ റിമ്മ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് നടുക്കായിട്ടൊരു PVC പൈപ്പിൻ്റെ കഷ്ണം വെച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമ്മിനുള്ള പൈപ്പ്. ഇതിൻ്റെ സൈസ് ഇത്തിരി വലുതായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ റിം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു PVC പൈപ്പ് എടുത്തിട്ട് അത് പ്ലെയിൻ ഷീറ്റ് ആക്കാനായിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈപ്പ് ഹീറ്റ് ചെയ്ത് ഒരു പ്ലെയിൻ ഷീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് റിമ്മിൻ്റെ ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റിമ്മിൻ്റെ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിമ്മിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ റിമ്മിൻ്റെ ഷേപ്പ്. അപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്തനുസരിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഹോൾസ് ഇടാം. ഇതിനകത്ത് 8 ഹോൾസ് ഇടാൻ പറ്റിയ രീതിയാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ 8 ഹോൾസ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്, എത്ര ഹോൾസ് വേണമെങ്കിലും. അപ്പോൾ നമുക്കിതിനകത്ത് ഇനി പെയിൻറ്റിൻ്റെ കാര്യം നോക്കാം. ഞാൻ ഇപ്പോൾ റെഡ് പെയിൻറ്റാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ റിമ്മിൻ്റെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടയറിലോട്ട് വെക്കാം. അപ്പോൾ ടയറിൻ്റെ ഏകദേശം ഇപ്പോൾ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് പോർഷൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് നമ്മൾ നേരത്തെ ടയർ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ നടുക്കത്തെ ഭാഗമാണ്. അപ്പോൾ നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഹോൾസ് ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഹോൾസ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തൊരു പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിമ്മ് റെഡി ആയി. അപ്പോൾ നമുക്കിവിടെ ചെറിയ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ ബ്ലൂവിൽ ബ്ലാക്ക് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടിക്കുന്നത്. അങ്ങനെ നമ്മുടെ റിം ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഫിക്സ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോണിൽ 1000 തുടങ്ങി 2000 വരെ വരാവുന്ന ഒരു ടയറാണ് നമ്മൾ വെറും 150 രൂപയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ചെറിയ എഫേർട്ടും ഉണ്ട് ഇതിനകത്ത്.
എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിടാം. പിന്നെ ഡിസ്ലൈക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഫുള്ളി പോസിറ്റീവ് മൈൻഡഡ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിടാം, കാരണം ഇതിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഞാൻ അടുത്ത വ്ളോഗിൽ വരാവുന്നത്. പിന്നെ എൻ്റെ പോലെ ഇതിൽ ക്രേസ് ഉള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.